പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ ദൈവവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്കത് വിഭാഗിച്ചു തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എന്നെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു ഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായവും 4 ചില ഭാഗങ്ങളുമാണ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായം ഇത് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ ദൈവം ഇസ്രായേൽ മക്കളെ അവരുടെ വനാന്തര ജീവിതത്തിന് ശേഷം ഫൈനലി കനാൻ ദേശത്തോട്ട് കൊണ്ടുപോകുന്ന ഭാഗമാണ്. ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഈ 3-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പേ ഇത് 3-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പേ ഈ 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തില് അവിടെ ആ ദേശം ഉറ്റുനോക്കാൻ പോയ ആൾക്കാരൊന്ന് പറയുന്ന വാക്കുകൾ വായിക്കാം. 2-ാം അധ്യായം 23-ാം വാക്യം. അങ്ങനെ അവർ ഇരുവരും പർവ്വതത്തിൽ നിന്നിറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്ന് തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനെ അറിയിച്ചു. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം. ഇതാണ് എന്നെ ഞാൻ ഓർക്കുമായിരുന്നു. ആക്ച്വലി ആ സ്പൈസ് അവിടെ പോയപ്പോഴും അവര് വളരെ ഒളിച്ചിരുന്ന് ജനലിൽ കൂടെ ഇറങ്ങിയൊക്കെയാ വന്നത്. പക്ഷെ അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാ ഞങ്ങൾ രണ്ടുപേർ തന്നെ ഇറങ്ങിയത്, എങ്ങനെ ബാക്കി ഇത്രയും വലിയൊരു ദേശത്തെ എങ്ങനെ പിടിച്ചടക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയല്ല അവർ പറഞ്ഞ്. അവരാകപ്പാടെ അവിടെ കണ്ടത് രാഹാബിനെ, അവർക്ക് സപ്പോർട്ടായിട്ട് കണ്ടത് രാഹാബിനെ മാത്രമാണ്. എന്നാൽ അതേസമയം അവരുടെ ഹൃദയത്തിൽ വിശ്വാസം വന്നു മാത്രമല്ല, എന്നെ എൻകറേജ് ചെയ്തത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ എപ്പോഴും എൻകറേജ് ചെയ്യാൻ പറ്റും. ഇവിടെ അവർ പറയുന്ന വാക്ക് നിശ്ചയം, ഷുവർലി എന്നുള്ള വാക്കാ. ദൈവം യോശുവയുടെ പുസ്തകം, അതെ, 2-ാം അധ്യായത്തിന്റെ 24-ലാണ് ഞാൻ വായിച്ചത്. യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിശ്ചയം. ഷുവറായിട്ട്, അതായത് വിശ്വാസ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഭയമില്ല, പേടിയില്ല, വ്യാകുലമില്ല, ഒന്നുമില്ല. ദൈവം അത് ചെയ്യും. നമുക്ക് തുടർന്ന് വായിക്കാം. എങ്ങനെ നമുക്ക് അന്യോന്യം എൻകറേജ്, അപ്പം ആക്ച്വലി അവരുടെ വർത്താനം യോശുവയെ എൻകറേജ് ചെയ്തു. യോശുവയുടെ സംസാരം ജനത്തെ എൻകറേജ് ചെയ്തു. എൻകറേജിങ് വൺ അനദർ എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. അത് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിച്ചാണ് നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 3-ാം അധ്യായം തൊട്ടും താഴോട്ട് വായിക്കാം. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റ് അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ച എന്തെന്നാൽ, ഇവിടെ എന്തോ അടുത്തത്, യോശുവ പ്രമാണികളെ എൻകറേജ് ചെയ്യുക. പ്രമാണികളാണ് ജനത്തോട് കൽപ്പിക്കുന്നത്. അന്യോന്യം എൻകറേജ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നമ്മൾ ചിലപ്പം എവിടെയെങ്കിലും മെസ്സേജ് കേൾക്കുമായിരിക്കും. ആ മെസ്സേജ് നമുക്ക് തന്നെ വെച്ചോണ്ടിരിക്കാതെ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവം നമ്മൾ രാവിലെ വായിക്കുന്ന വചനം നമ്മളെ ധൈര്യപ്പെടുത്തുമ്പോൾ നമ്മൾ ആരെ അടുത്ത് കാണുന്ന വെച്ചാൽ അവരെ പറഞ്ഞത് എൻകറേജ് ചെയ്യാൻ ശ്രമിക്കാം. വെറുതെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം നമുക്ക് അന്യോന്യം എൻകറേജ് ചെയ്യാം. അപ്പൊ ഇവര് വന്ന് ജനത്തോട് കൽപ്പിച്ചെന്നാൽ, 3-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. അതിന്റെ പിന്നാലെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞാൽ 4-ാം വാക്യത്തിന്റെ അവസാനം കണ്ടോ, അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. അപ്പൊ ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുൻപപ്പോ പിന്നാലെ ചെന്നാൽ നമുക്ക് അറിയാത്ത വഴിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഞാനത് പിന്നെയും ഈ ഭാഗം മുഴുവൻ കാണുമായിരുന്നു. ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപ്പെട്ടകം, അതായത് ദൈവത്തിന്റെ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ദൈവവചനത്തിന്റെ പിന്നാലെ, ഈ ദൈവവചനത്തെ അതുപോലെ വിശ്വസിച്ച് അതിന്റെ പിന്നാലെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാത്ത വഴിയിൽ നമുക്ക് പോകേണ്ടി വരുന്ന സമയത്ത് പോകേണ്ടുന്ന വഴി അറിയും. നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സ്റ്റെപ്പ് ദൈവം കാണിച്ചു തരും. ഇത് ദൈവത്തിന്റെ മാറാത്ത നിയമമാണ്. താഴോട്ട് വരുമ്പോൾ 5-ാം വാക്യം, ഇപ്പൊ ഓഫീസേഴ്സാ പറഞ്ഞ് 5-ാം വാക്യം വരുമ്പോൾ, യോശുവ പിന്നെ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ്, അതായത് ദൈവം ഒരു വലിയ കാര്യം ചെയ്യാം, അതിശയം, ഹി വിൽ ഡു വണ്ടേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് യോശുവ ജനത്തോട് പറയും, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട്. ശുദ്ധീകരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാ.
ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു പ്രത്യേക യാത്രയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടെ ദൈവം ഓർമ്മിപ്പിച്ചു. ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ പറ്റി. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധീകരിച്ച സമയത്ത് ദൈവം അങ്ങ് മുമ്പായി പോയി വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു. ശുദ്ധീകരിക്കേണ്ടേ നമ്മുടെ ജീവിതത്തിലെ ഡെയിലി മൊമെന്റ് ബൈ മൊമെന്റ് ശുദ്ധീകരണം നമുക്ക് വലിയ ആവശ്യമാണ്. 6-ാം വാക്യത്തില് പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപ്പെട്ടകം എടുത്തിട്ട് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപ്പെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി നടന്നു. പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടി ഇരുന്നതുപോലെ ദൈവം പിന്നെയും യോശുവയെ എൻകറേജ് ചെയ്യുക. നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം തന്നെ നമ്മളെ പിന്നെയും പിന്നെ എൻകറേജ് ചെയ്യും. ഇവിടെ ഒരു വലിയ കോൺവെർസേഷനാണ് നടക്കുന്നത്. സ്പൈസ് യോശുവയോട് സംസാരിച്ചു, യോശുവ പ്രമാണികളോട് സംസാരിച്ചു, പ്രമാണികൾ ജനത്തോട് സംസാരിച്ചു, യോശുവ പുരോഹിതന്മാരോട് സംസാരിച്ചു. അത് കഴിയുമ്പോൾ ദൈവം പിന്നെയും യോശുവയോട് സംസാരിക്കുക. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകയും നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. നിയമപ്പെട്ടവൻ ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്ക എന്ന് അരുളിച്ചെയ്തു. യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക. ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ പിന്നെയും പറയാം. അത് യോർദാന്റെ വെള്ളത്തിന്റെ ആ വക്കത്ത് വന്ന് അതിന്റെ അകത്ത് വന്ന് നിൽക്കണം. അത് കഴിഞ്ഞാലേ വിശ്വാസത്താൽ ആ സ്റ്റെപ്പ് എടുക്കുമ്പോഴേ ദൈവത്തിന് ബാക്കി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമ്മൾ വിശ്വാസത്തിൽ വിശ്വസിക്കാതെ നമ്മൾ മടിച്ചു നിന്നാൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയും 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 നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവമാണല്ലോ. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, താഴോട്ട് വായിക്കാം. 9-ാം വാക്യം. യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പിൻ എന്ന് പറഞ്ഞു. യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഇങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നത്. അവൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് കനാനിയർ, ഹിത്യർ, ഹിവിയർ, പെരിസ്യർ, ഗിർഗസ്യർ, അമോര്യർ, യബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ സർവ്വഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം. ഈ വാക്ക് സർവ്വഭൂമിക്കും നാഥനായവൻ എന്നുള്ളതിന്റെ വാക്ക് 2 പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തില്. എന്തൊരു വലിയ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോഡാ യോശുവ കൊടുക്കുന്നത്. സർവ്വഭൂമിക്കും എല്ലാ കൺട്രോൾസും നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. എല്ലാ അതോറിറ്റിയും. നമ്മൾ ഒന്നിനെയും സാത്താനെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കരുത്. പേടിയുള്ള വാക്കുകൾ നമ്മൾ പറയരുത്. ഇത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതിന് പകരം നമ്മൾ പേടിയുള്ള വാക്കുകൾ, ആങ്സൈറ്റിയുടെ വാക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ സാത്താനെ മഹത്വപ്പെടുത്തുക ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗ്ലോറിഫൈങ് ഗോഡ് വിൽ ബി ഗ്ലോറിഫൈങ് ദ ഡെവിൾ. നമ്മൾ എന്തിനാ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ദൈവം. ഇവിടെ ആക്ച്വലി ദൈവം ചെയ്യാൻ പോകുന്നത് എന്തോന്നറിയാമോ? എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതായത് 40 വർഷം മുമ്പ് ചെങ്കടൽ അവർ കടന്നു. അതേപോലെ ഒരു മിറക്കിളാ ഇനിയും ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതായത് ആ ജനറേഷൻ മുഴുവൻ മരിച്ചുപോയി. അടുത്ത ജനറേഷനാ. അവരാ ചെങ്കടലിൽ കൂടി പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അവർ കണ്ടിട്ടില്ല. ദൈവം എത്ര ഫെയ്ത്ത്ഫുള്ളാ. ഈ ജനറേഷന് പിന്നെയും ഒരു സിമിലർ മിറക്കിൾ കാണിക്കുക. സിമിലർ മിറക്കിൾ. ഞാനിത് താഴോട്ട് വായിക്കുമ്പോഴ് ഈ യോർദാൻ ആക്ച്വലി ഹാർവെസ്റ്റ് സമയത്ത് വളരെ കവിഞ്ഞൊഴുകുന്ന സമയമാണ്. ദൈവത്തിന് വേണമെങ്കിൽ ഹാർവെസ്റ്റിന്റെ ഈ സമയം അല്ലാതെ വേറെ സമയമാണെങ്കിൽ ഒരു ചെറിയ ട്രിക്കിൾ പോലെ യോർദാനിൽ കൂടി അങ്ങ് നടന്ന് അപ്പുറത്ത് പോയാൽ മതിയായിരുന്നു. ദൈവം ആ ട്രബിൾഡ് വാട്ടേഴ്സ് ഓഫ് ജോർഡൻ കൂടെ കടക്കാനായിട്ടാണ് ദൈവം അവരെ നിയമിച്ചത്. ഞാൻ ഓർക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഈ നിയമപ്പെട്ടകം വെച്ചുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രോമിസസ് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം ആ ട്രബിൾഡ് ആയിട്ടുള്ള ട്രബിളിനെ ദൈവം മാറ്റിക്കളയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് താഴോട്ട് വായിക്കാം. 11-ാം വാക്യം. അതിനു മുമ്പ് 10-ാമത്തെ വാക്യത്തിൽ യോശുവ പറയുവാണ്, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ ട്രബിൾ ചെയ്യുന്ന സാത്താന്റെ എല്ലാ കാര്യങ്ങളും, അതാ ഒരു വലിയ ലിസ്റ്റ്, അവരെ ദൈവം നീക്കിക്കളയും. നമ്മൾ ആ സാത്താന്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തടസ്സമായിട്ട് വന്ന കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നുകൂടെ വായിക്കാൻ താഴട്ടെ. 11 തൊട്ട്. ഇതാ സർവ്വഭൂമിക്ക് നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾവീതം ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് 12 ആളെ കൂട്ടുവിൻ. പിന്നെയും പറയുക, സർവ്വഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആ ഗ്ലോറി മനസ്സിലാക്കി നമ്മൾ ചിന്തിച്ച് നമ്മൾ പറയുമ്പോഴാ ദൈവത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ ക്യാരക്ടർ, സർവ്വഭൂമിയുടെ നാഥനായ ദൈവം യഹോവയുടെ മുമ്പാകെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു.
ഇത്രയും എൻകറേജ്മെന്റ് കേട്ടപ്പോൾ അവരതനുസരിച്ചു. നിയമപ്പെട്ടകം നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വാക്ക് എൻകറേജ്മെന്റ് ആയിട്ട് നമുക്ക് വന്നാലും പിന്നെയും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്തിട്ട് നമ്മൾ പിന്നെയും അത് വിശ്വസിക്കാതെ ഇരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. ഏതായാലും ഈ പർട്ടിക്കുലർ സമയത്ത് അവരങ്ങനെ ചെയ്തു. തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ആ, കൊയ്ത്ത് കാലത്തൊക്കെയും നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു ട്രബിൾ നമുക്ക് വരണ്ടായിരുന്നു. പക്ഷെ അത്രയും വലിയ ട്രബിൾ കൂടെ കർത്താവിന്റെ ഡെലിവറൻസ് നമ്മൾ കണ്ടാലേ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുള്ളൂ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രിയപ്പെട്ടവരെ. ദൈവം ആ സമയം തന്നെയാണ് ചൂസ് ചെയ്തത് അവർ കടക്കാനായിട്ട്. 15-ാം വാക്യം, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരധാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. അരാബായിലെ കടലായ ഉപ്പ് കടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ദൈവം എന്തൊരു വലിയ ഒരു സൈഡില് ഈ വലിയ വാട്ടേഴ്സ് ഒരു ചിറ പോലെ അവിടെ വന്ന് അങ്ങ് നിൽക്കുക. അവിടുന്ന് ഒഴുകിക്കൊണ്ട് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പിന്നെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അതിന്റെ ഇടയ്ക്ക് ദൈവം വെള്ളം വെച്ച് തന്നെ ഒരു ചിറ കെട്ടി. അത് എത്ര വലിയ ചിറയാ! അത് ദൈവം സർവ്വഭൂമിക്കും, അതാ പിന്നെ സർവ്വഭൂമിക്കും നാഥനായ ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ നിൽക്കും. നമ്മുടെ മേലെ പിന്നെ ഒഴുകാൻ പറ്റില്ല. ബാക്കിയുള്ള വെള്ളം വാർന്നു പോയി എന്നാ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ലൈൻ കണ്ടോ, 17-ാം വാക്യം. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനം ഒക്കെയും യോർദാൻ കടന്നു ഇരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ നടന്നുപോയി. ഒരു വെള്ളം ഇത്രയും നേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ അടിയിലുള്ള മണ്ണ് എങ്ങനെ ഇരിക്കും? ഒരിക്കലും അത് ഡ്രൈ ആവാൻ പറ്റത്തില്ല. അവർ ശരിക്കും കുഴഞ്ഞ മണ്ണായിരിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ എപ്പോഴും കാണുന്നല്ലേ ഈ മഴക്കാലത്ത്. പക്ഷെ അത് ഡ്രൈ ഗ്രൗണ്ട് ആയിട്ട് ദൈവത്തിന്റെ മക്കൾക്ക് നടക്കാൻ ഉണങ്ങിയ നിലം ദൈവം അവിടെ കൊടുത്തു. വിശ്വാസം, അന്യോന്യം വിശ്വാസത്താൽ എൻകറേജ് ചെയ്തത്, അന്യോന്യം സംസാരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് എത്ര പ്രധാനമാണ് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അവസാനമായിട്ട് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് അതിന് മുമ്പ് പറഞ്ഞോട്ടെ, ലാസ്റ്റ് വാക്യം വായിച്ചതിനകത്ത്, നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ആ നിയമപ്പെട്ടകം ഇസ്രായേൽ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി നടന്നുപോയി. നിയമപ്പെട്ടകം നമ്മുടെ മുമ്പിൽ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ മുമ്പിലുള്ള നിയമപ്പെട്ടകം നമുക്കിപ്പോ ദൈവത്തിന്റെ വചനം, ദൈവം ചെയ്ത നിയമങ്ങൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വാഗ്ദത്തം മാത്രം മതി നമുക്ക്. ഇത്രയും ട്രബിൾഡ് ആയിട്ടുള്ള വാട്ടേഴ്സ് വരുമ്പം അവിടെ ഉറച്ചു നിന്നാൽ മതി. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം ബാക്കി ട്രബിൾസിനെ മാറ്റിക്കൊള്ളും. നമുക്ക് നിയമപ്പെട്ടകം എടുക്കാം. 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ബാക്കി കല്ലെടുത്ത കാര്യമൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 4-7 ഈ 6-ന്റെ അവസാനം 6 തൊട്ട് വായിക്കാം. ഇത് ആ കല്ല് വെക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് നിങ്ങളുടെ മക്കൾ വരുംകാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. എനിക്ക് അതാ ഏറ്റവും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ. യോർദാനിലെ വെള്ളം, അതായത് നമ്മളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റോംസും ട്രബിൾഡ് വാട്ടേഴ്സും വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. മക്കളോട് പറയേണ്ട ആവശ്യമുണ്ട്. എന്തുവാ? ദൈവത്തിന്റെ നിയമം. ഇംഗ്ലീഷിലും കൂടെ ഞാനത് വായിക്കാം. When it crossed because the waters of the Jordan were cut off before the ark of the covenant of the Lord. When it crossed the Jordan, before the ark of the covenant of the Lord. Ark of the covenant. നിയമപ്പെട്ടകം. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ മുമ്പാകെ വാട്ടേഴ്സ് ഓഫ് ദ ജോർഡൻ വെ കട്ട് ഓഫ് എന്നായിരിക്കുന്നത്. ഇതെങ്കിലും പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തന്നെ കുറവുകളായിരിക്കും, നമ്മുടെ മക്കളുടെ കുറവുകളായിരിക്കും, നമ്മുടെ വേറെ എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ ഈ രോഗമായിരിക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സഭയിലെ കൂടിവരവുള്ള നീഡ്സ് ആയിരിക്കാം, ജോലിയുടെ സംബന്ധിച്ചുള്ള നീഡ്സ് ആയിരിക്കാം. ഇത് ഏതായാലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുൻപാകെ ഇറ്റ് വിൽ ബി കട്ട് ഓഫ്. യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടതിന് മുമ്പിൽ 2 പിരിഞ്ഞ നിമിത്തം തന്നെ എന്ന് പറയണം. ഇങ്ങനെയാ പറയേണ്ടത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പഴയ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അടുത്ത തലമുറയോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്.
അത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ, നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ ഉള്ളു. അതിനേക്കാട്ടിലുപരി ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ കവനന്റ് ദൈവം കീപ്പ് ചെയ്യും. ദൈവത്തിന്റെ പ്രോമിസ് അനുസരിച്ച് കീപ്പ് ചെയ്യും. ദൈവം പറയുക, നിങ്ങളുടെ മക്കൾ, ഞാൻ എപ്പോഴും ഓർക്കുന്ന വാക്യമാണ്, നിങ്ങളുടെ മക്കളെല്ലാം യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. എന്തൊരു പ്രോമിസാ. യെശയ്യാ 54:13 പറഞ്ഞിരിക്കുന്നത്. ദൈവം തീർച്ചയായിട്ടും നടത്തും. വലിയ ഡിസിഷൻസിലും ചെറിയ ഡിസിഷൻസിലും നമ്മുടെ മക്കളെ ഉപദേശിക്കാനായിട്ട് ദൈവമുണ്ട്. നമ്മൾ എന്തിനാ പേടിക്കേണ്ടത്? നമ്മുടെ ജോലി അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവം ബാക്കി ഉപദേശിക്കുക. നമുക്കത് ഉപദേശിക്കാൻ അറിയില്ല. കാരണം നമുക്ക് നാളെ എന്താണെന്ന് അറിയില്ലല്ലോ. അവരുടെ ഭാവിക്ക് നല്ലതെന്താന്ന് നമുക്കറിയില്ല. പക്ഷെ ദൈവം അവരെ ഉപദേശിക്കും. ആ ഒരു വിശ്വാസം. അപ്പം ദൈവത്തിന്റെ നിയമപുട്ടകത്തിന് മുമ്പാകെ ട്രബിൾഡ് വാട്ടേഴ്സ് ഓഫ് ജോർഡൻ വിൽ ബി കംപ്ലീറ്റ്ലി കട്ട് ഓഫ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിക്കൊള്ളാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച ദൈവം അതിന് ശുശ്രൂഷ അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. Father Lord, we thank ഞങ്ങളുടെ നാഥനെ ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുന്നതിനെ അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിച്ച് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് മഹത്വം തരുന്നു നാഥ. പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഇപ്പോൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നിന്റെ മകൾ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തന്നതിനായി, പരിശുദ്ധാത്മാവിന്റെ നിറവ് നിന്റെ മകളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെയും കർത്താവെ, ഞങ്ങളെപ്പോഴും നിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക. അത് പിന്നെയും ആവർത്തിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലും യോർദാൻ രണ്ടാക്കി പിളർത്ത കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ നേർനിലത്ത് നടത്തുന്നവനാകയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു. കടന്നു വന്ന ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, പലവിധ ആവശ്യങ്ങളുടെ മുന്നിലുണ്ടല്ലോ, അതിന്റെ എല്ലാം മധ്യത്തിൽ കർത്താവ് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. മഹത്വം എല്ലാം അങ്ങേക്ക് നൽകി തരുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. Amen. Praise the Lord.